കഴിഞ്ഞ ദിവസമായിരുന്നു ദളപതി വിജയ്, അതായത് തമിഴ്നാടിൻ്റെ ഇപ്പോഴത്തെ CM വിജയുടെ പിറന്നാൾ ആഘോഷം നടന്നത്. വീട്ടിൽ വളരെ ലളിതമായ ചടങ്ങിൽ തന്നെയാണ് എപ്പോഴും വിജയുടെ പിറന്നാൾ ആഘോഷം നടക്കുക. ആരാധകർ തന്നെയാണ് വിജയ്ക്ക് വേണ്ടി അവിടെയും ഇവിടെയും ഒക്കെ കേക്ക് മുറിക്കുകയും ആഘോഷം നടത്തുകയും അന്നദാനം നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. ഇത്തവണ വിജയുടെ വീട്ടിലെ സെലിബ്രേഷൻ്റെ ചിത്രങ്ങൾ വന്നപ്പോഴേക്കും പ്രേക്ഷകർ ശ്രദ്ധിച്ച കാര്യം അവിടെ സംഗീതയില്ല എന്നതാണ്. സംഗീത ഇപ്പോഴും ആ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് പലയിടത്ത് വാർത്ത വരുമ്പോഴും ഇവരുടെ ഒരു ചിത്രത്തിൽ പോലും സംഗീതയെ കാണുന്നില്ല. അതുമാത്രമല്ല, സംഗീതയുടെയും വിജയുടെയും മക്കളുടെയും ചിത്രങ്ങൾ ഉണ്ടായിരുന്ന ആ ചുവരിൽ ഇപ്പോൾ സംഗീതയുടെ ചിത്രങ്ങളും കാണാനില്ല. സംഗീതയും വിജയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ എടുത്തു മാറ്റിയിരിക്കുകയാണ്. അതുപോലെ സംഗീതയുടെ ആശംസകളോ സംഗീതയുടെ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ പോലും ആശംസകൾ അറിയിച്ചെത്തുന്നതും കണ്ടിട്ടില്ല. ഇതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ബന്ധം ഇനി എന്തായാലും പഴയതുപോലെ ആകില്ല എന്ന് തന്നെയാണ് കൂടുതൽ മനസ്സിലാവുന്നത്. എല്ലാവരും ആ ഒരു സംശയത്തിൽ നിൽക്കുകയായിരുന്നു. വിജയ് സംഗീത വിഷയം വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ എല്ലാവരും അത് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആരാധകരുടെ പ്രീതി ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ പറയണം. ഓരോ തവണയും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴിതാ പ്രേക്ഷകരുടെ പ്രീതിക്ക് അനുസരിച്ച് തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വൈറലാകുന്നു എന്ന് കൂടി പറയണം. ആരാധകർ വളരെയധികം ശ്രദ്ധാലുവായി നോക്കിക്കാണുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഏറ്റെടുക്കുന്ന പോലെ തന്നെ വിജയുടെയും സംഗീതയുടെയും വാർത്തകൾക്ക് കാതോർത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട് എന്നുകൂടി പറയണം. ഓരോ തവണയും വിജയ് എന്തു ചെയ്യുന്നു, സംഗീത എന്തു ചെയ്യുന്നു, അവരുടെ ബന്ധവുമായി ബന്ധപ്പെട്ട വാർത്തകൾ എന്താണ്, ഏറ്റവും ഒടുവിൽ കോടതിയിൽ നിന്ന് വന്ന അപ്ഡേറ്റുകൾ എന്താണ്, ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാറുണ്ട്. അക്കൂട്ടത്തിൽ തന്നെ പ്രേക്ഷകർക്ക് വിജയും സംഗീതയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഇപ്പോൾ വളരെ ദൃഢമായി തന്നെ അറിയണമെന്നതാണ് താല്പര്യം. മറ്റൊരു നടിയുമായുള്ള ബന്ധം ആരോപിച്ച് തന്നെയാണ് വിജയ്ക്കെതിരെ ഡിവോഴ്സ് നോട്ടീസ് സംഗീത ഫയൽ ചെയ്തത്. അതിനുശേഷം വിജയ്ക്ക് ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ അറ്റാക്ക് കൂടിയായിരുന്നു എന്ന് പറയാം. ഒരു പ്രശസ്തമായ നടിയുമായി ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നു, ഒരുമിച്ച് യാത്രകൾ ചെയ്യുന്നു എന്നതായിരുന്നു സംഗീതയുടെ ഡിവോഴ്സ് നോട്ടീസിൽ ഏറ്റവും ഹൈലൈറ്റായി ആരാധകർ കണ്ടത്. സാധാരണ ഒരാൾ ഡിവോഴ്സ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് നോട്ടീസ് ആകെ പരക്കുകയില്ല. എന്നാൽ വിജയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ അടുത്ത് നിൽക്കുമ്പോൾ തന്നെയായിരുന്നു ഈ കേസ് ഇത്രയും മാത്രമായി വന്നത്. അതുകൊണ്ട് തന്നെ സംഗീത മനഃപൂർവ്വം ചെയ്തതാണെന്ന തരത്തിലുള്ള വാർത്തകൾ പോലും പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ പ്രേക്ഷകർ ഏറ്റെടുത്തൊരു വാർത്ത കൂടിയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് ആരാധകർക്ക് അത് വളരെയധികം സ്നേഹവും അതുപോലെ തന്നെ ഒരേ സമയം സങ്കടവും തോന്നിയൊരു സംഭവമാണിത്. ദേശത്തിനപ്പുറം തന്നെ വിജയോടുള്ള ആരാധന ഓരോ ദിവസം കൂടിയിട്ടേ ഉള്ളൂ എന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ വിനിനെ കുറിച്ച് പറയുന്നു. സംഗീതയും വിജയം ഒന്നിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി സംഗീതയ്ക്ക് വിജയെ വേണമെന്ന് തോന്നിയാലും വിജയ്ക്ക് എന്തായാലും സംഗീതമായിട്ടുള്ള ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്നാണ് തോന്നുന്നതെന്ന് പോലും പല അടുത്ത വൃത്തങ്ങളും സംസാരിക്കുകയും ഇതിനെപ്പറ്റി സംസാരിക്കുന്നതിനോടൊപ്പം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.